السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. ما بعد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. ബഹുമാനികളെ, പരിശുദ്ധ ഈമാനിന്റെ വെളിച്ചം പകർന്ന അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം എക്കാലത്തും ലോകത്ത് ഉണ്ടായിത്തീരണമെന്നാണ് അല്ലാഹു തആല ഇച്ഛിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാൻ പ്രകാശിക്കാനും കുടികൊള്ളാനും അതിൻ്റെ കേന്ദ്രബിന്ദുവായ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെടേണ്ടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധമാണ്, അതിന് തോതനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ ഈമാൻ ഏറുന്നതും കുറയുന്നതും. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. അല്ലാഹു തന്നെ പറയുന്നു, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംർ ലഅനിത്തും വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിലുണ്ട്. വഅലമു, നിങ്ങൾ അറിയണം, അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങൾക്കിടയിൽ അല്ലാഹുവിന്റെ പ്രവാചകനുണ്ട്, അല്ലാഹുവിന്റെ റസൂലുണ്ട്. നിങ്ങൾക്കിടയിൽ അല്ലാഹുവിന്റെ പ്രവാചകനുണ്ട് എന്ന് പറയുമ്പോൾ അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെന്നോ വഫാത്തിലെന്നോ വഫാത്തിന്റെ ശേഷമെന്നോ എന്ന വ്യത്യാസമില്ല. മുഅ്മിനീങ്ങൾക്കിടയിൽ അവരുടെ നടപടിക്രമങ്ങൾക്കിടയിൽ, അവരുടെ വിശ്വാസങ്ങൾക്കിടയിൽ, അവരുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ, അവരുടെ ജീവിതത്തിനിടയിൽ എല്ലാ ഘട്ടത്തിലും മഹാനായ നബി തങ്ങളുടെ ഇടപെടലുകൾ ഉണ്ട് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ ആയത്ത് സൂചിപ്പിക്കുന്നത്. അത്തരം വിഷയങ്ങളിലേക്ക് സൂചന നൽകുന്ന, നമുക്ക് ബോധ്യം നൽകുന്ന നിരവധി ചരിത്ര സംഭവങ്ങൾ ഹദീസുകളിലും ചരിത്രങ്ങളിലും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഉമവിയ്യ ഖിലാഫത്തിലെയും അബ്ബാസിയ ഖിലാഫത്തിലെയും ചില ആളുകൾ, ഉൽപ്പതിഷ്ണുക്കളായ ചില ആളുകളുടെ ചിന്തയിൽ അഭിരമിക്കുകയും ചില ചിന്താ വ്യതിയാനങ്ങൾ അവരിൽ വരികയും ചെയ്ത സന്ദർഭത്തിൽ ഒരുപാട് ആശയ സംബന്ധമായ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളിലും അവരുടെ ഭരണകാര്യങ്ങളിലൊക്കെ ഉടലെടുത്തിട്ടുണ്ട്. മുഅ്തസിലിയാക്കൾ എന്നൊരു വിഭാഗം ആളുകൾ ചില ചിന്താ വ്യതിയാനങ്ങൾ മുഖേന പല അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ അടങ്ങി നിന്നുകൊണ്ട് യഥാർത്ഥ ഈമാനിന്റെ പ്രകാശം പൂണ്ട മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതൊക്കെ ഗണ്ണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഖുർആൻ മഖ്ലൂഖാണ് എന്ന വാദം. മുഅ്തസിലിയാക്കളായ ആളുകളുടെ ചിന്താധാരകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഉമവിയ്യ ഭരണാധികാരികളുടെ അവസാനത്തെ ചില ആളുകളും അബ്ബാസിയ ഖിലാഫത്തിലെ ചില പ്രധാനികളും കൂടി ഖുർആൻ മഖ്ലൂഖാണ് എന്ന വാദം കൊണ്ടുപിടിച്ച് നടത്തുകയുണ്ടായി. കൊട്ടാര വിദൂഷകരായ ചില പണ്ഡിതന്മാർ അവർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വാദങ്ങൾ, ആശയങ്ങൾ ശരിക്ക് സമർത്ഥിക്കുകയും അത് മുഖേന ചില ആളുകൾ അദ്ദേഹത്തിന്റെ കണ്ണിലെ കരടാവുകയും ചെയ്തു. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ ഖുർആൻ ഒരു മഖ്ലൂഖാണ് എന്ന വാദം അംഗീകരിച്ചു കൊടുക്കാതിരുന്നപ്പോൾ ഭരണക്കാരിൽ നിന്നും നിരവധി അക്രമങ്ങളും പീഡനങ്ങളും അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ അദ്ദേഹം ജീവിതം ത്യജിക്കേണ്ടി വരികയും കൂടി ചെയ്തു. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ മഖ്ലൂഖല്ല,
അത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ മുനസ്സൽ അലൈഹിയ, അഥവാ അത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ വിശേഷണമാണ്. അതിനെക്കുറിച്ച് മഖ്ലൂഖ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല എന്ന വാദം അദ്ദേഹം നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിച്ചപ്പോൾ മുഅ്തസിലിയാക്കളായ പണ്ഡിതന്മാരുടെ പിന്തുണയോടുകൂടി ഭരണകൂടം അദ്ദേഹത്തിനെതിരെ നിരവധി പ്രാവശ്യം അക്രമങ്ങൾ അഴിച്ചുവിട്ടു. പല പ്രാവശ്യം അദ്ദേഹത്തെ ആക്രമിക്കപ്പെടുകയും പല പ്രാവശ്യം അദ്ദേഹത്തെ ജയിലിലടക്കപ്പെടുകയും ചെയ്തു. ഈ സംഭവം നടക്കുന്ന സന്ദർഭത്തിൽ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഈജിപ്തിലായിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ ഒരു വാദം അല്ലെങ്കിൽ ഒരു ആശയം സമർപ്പിച്ചതിന്റെ പേരിൽ ഒരു മഹാനായ പണ്ഡിതൻ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം അക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ഭരണക്കാരോട് ഒന്നും ചെയ്യാൻ കഴിയാത്ത നിരപരാധികളായ പണ്ഡിതന്മാർ വളരെ വിഷമിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സമൂഹത്തിലെ ഒരു മഹാനായ പണ്ഡിതൻ താൻ പ്രചരിപ്പിച്ച ആശയത്തിന്റെ യഥാർത്ഥ വശം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി എന്ന കാരണത്താൽ അദ്ദേഹം ആക്രമിക്കപ്പെടുന്നു, പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്ന് കഴിയുമ്പോൾ എന്തുമാത്രം വിഷമിക്കും. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പുറത്തു കൊടുക്കുകയും നിരവധി ദറജകൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ആ സന്തോഷ വാർത്ത ഷാഫി തങ്ങളെ നിങ്ങൾ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ അറിയിക്കണം എന്ന് പറയുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് വന്നുകൊണ്ട് ബഷീർ അഹ്മദ് ഇബ്നു ഹംബൽ എന്ന് പറഞ്ഞ ആ സംഭവം കിതാബുകളിൽ കാണാം. അത് കേട്ട് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വല്ലാതെ സന്തോഷിക്കുകയും ശിഷ്യനായ റബീ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് ഒരു എഴുത്തുണ്ടാക്കി ബഗ്ദാദിലുള്ള അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ഇമാം ഷാഫി തങ്ങളുടെ ആ സന്തോഷ വാർത്ത അടങ്ങുന്ന എഴുത്തുമായി കൊണ്ട് റബീ എന്നവർ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ സന്ദർശിച്ച് അദ്ദേഹത്തിന് എഴുത്തു കൊടുക്കുകയാണ്. ഹബീബായ തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് കേട്ടപ്പോ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അദ്ദേഹം ആ സമയത്ത് 2 വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു, 2 കോട്ടുകൾ ധരിച്ചിരുന്നു. ആ വസ്ത്രത്തിൽ നിന്നും ഒരു വസ്ത്രം അഴിച്ചുകൊണ്ട് മഹാനായ റബീ തങ്ങൾക്ക് പാരിതോഷികമായി കൊടുക്കുകയാണ്. അതും സ്വീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് റബീ എന്നവർ തിരിച്ചുപോയി. തിരിച്ചു ചെന്നപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു ചോദിച്ചു, എഴുത്തു കൊടുത്തില്ലേ? അദ്ദേഹം സന്തോഷം രേഖപ്പെടുത്തിയില്ലേ? എന്താണ് നിങ്ങൾക്ക് പാരിതോഷികം തന്നത് എന്ന് ചോദിച്ചപ്പോ റബീ എന്ന ശിഷ്യൻ പറഞ്ഞു, മഹാനവർകൾ അദ്ദേഹം ധരിച്ചൊരു കോട്ട് എനിക്ക് സമ്മാനമായി തന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പറ്റിയ അദ്ദേഹം ധരിച്ചിരുന്നൊരു വസ്ത്രം എനിക്ക് തന്നിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആ വസ്ത്രം വാങ്ങിക്കുകയും ആ വസ്ത്രം ഒരു പാത്രത്തിൽ വെച്ച് കഴുകുകയും ആ കഴുകിയ വെള്ളം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ഒഴുക്കുകയും ചെയ്തു എന്ന് കിതാബുകളിൽ കാണാം. ഇതിലൂടെ ഒരുപാട് സംഭവങ്ങൾ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാക്കാറുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശിഷ്യൻ കൂടിയായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ വസ്ത്രം കഴുകിയ വെള്ളം എടുത്ത് ബറക്കത്തെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വിഷമത്തിൽ ദുഃഖിക്കുകയും അദ്ദേഹത്തെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഷാഫി റളിയല്ലാഹു അൻഹുവിനെ ഏർപ്പാടാക്കുകയും ചെയ്തു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇമാം ഷാഫി തങ്ങൾ ചോദിക്കുകയാണ്, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വാദത്തിൽ, ആ തീരുമാനത്തിൽ പരിശുദ്ധ ഖുർആൻ മഖ്ലൂഖ് അല്ല, അള്ളാഹുവിന്റെ കലാമാണ് എന്ന വാദത്തിൽ എന്താണ് നബി അവിടുത്തെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുക, അദ്ദേഹം അടുത്ത നിമിഷം നിങ്ങൾക്ക് മുമ്പിൽ വരും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പരിശുദ്ധ ഖുർആന്റെ അവസ്ഥയെപ്പറ്റി ചോദിക്കാൻ ഏർപ്പാടാക്കാനുള്ള കാരണം എന്താ? വക്കല്ലമല്ലാഹു മൂസ തക്ലീമ, പരിശുദ്ധ ഖുർആനിൽ ഉണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി
നേരിട്ട് സംസാരിച്ച മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കലാമിനെ പറ്റി വിശദീകരിക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു ആധികാരികതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്പനിമിഷങ്ങൾക്ക് ശേഷം മഹാനായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തോട് അള്ളാഹുവിന്റെ കലാമിനെ പറ്റി ചോദിക്കുകയും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വാദത്തെ പറ്റി വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വാദം സത്യമാണ്, അദ്ദേഹം ഹക്കിന്റെ മേലിലാണ് എന്നാണ്. ഇതുപോലെ സമൂഹത്തിൽ നടക്കുന്ന ആശയപരമായ ആദർശപരമായ നിരവധി വിഷയങ്ങളിലും മറ്റനേകം സംഭവങ്ങളിലും മഹാനായ റസൂലുള്ളാഹി തങ്ങൾ നേരിട്ടിടപെട്ടു, പരിഹാരം കാണിച്ചു എന്ന വിഷയത്തിന് നമുക്ക് അനേകം തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്കിടയിൽ അല്ലാഹു ഉണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യമുണ്ട്. അപ്പോ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ഈമാൻ ഉറച്ച ആളുകൾക്ക് ഇതൊക്കെ സന്തോഷം പകർന്ന സംഭവങ്ങളാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടലുകളും സാന്നിധ്യങ്ങളും നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരട്ടെ. മഹാനായ നബി തങ്ങളോടുള്ള ആത്മീയ ബന്ധം വർദ്ധിതമായ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ. അത് മുഖേന മഹാനായ നബി തങ്ങളോട് ഏറ്റവും അടുത്ത അനുയായികളായി ആഖിറത്തിൽ നമുക്ക് സംഗമിക്കാൻ അല്ലാഹു